ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജുറാത്തിലെ 5 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനങ്ങൾക്ക് പിറകിൽ നിന്ന് വന്നുകൊണ്ട് അതവില്ലാതെ പ്രവാചകനെ വിളിക്കുന്നതിനെപ്പറ്റി, ഇത്തരം കാര്യങ്ങളിൽ ക്ഷമ, സംസ്കാരം പാലിക്കണം എന്ന വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അല്ലയോ വിശ്വസിച്ചവരെ, വല്ല തെമ്മാടിയും നിങ്ങളുടെ അടുത്ത് ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടതാകുന്നു എന്ന കാര്യമാണ്. ഇതുവരെ പറഞ്ഞത് അള്ളാഹുവും റസൂലുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ പുലർത്തേണ്ട അദബുകളും മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന മൂന്നാമത്തെ നിദാഇൽ, വിളിയിൽ, അഭിസംബോധനയിൽ സമൂഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ ഒരു ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം, വലീദ് ഇബ്നു ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്ത് എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു സ്വീകരിച്ചിട്ടുള്ള ചില സമീപനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. സംഭവം ഇങ്ങനെയാണ്. മുസ്തലിഖ് ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീദിനെ അവരുടെ ദേശത്തേക്ക് അയച്ചിരുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഏതോ കാരണത്താൽ പേടിച്ച് അവരെ കാണാതെ മദീനയിലേക്ക് തിരിച്ചു പോന്നു. മുസ്തലിഖ് ഗോത്രം സക്കാത്ത് നിഷേധിച്ചെന്നും തന്നെ വധിക്കാൻ ഒരുങ്ങിയെന്നും നബിയോട് അദ്ദേഹം വലീദ് പരിഭവപ്പെട്ടു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലനായി, ഒരു ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെ സക്കാത്ത് നിഷേധിക്കുന്നവരുണ്ടോ? വിശ്വാസികളായ ശേഷം അവർ വെല്ലുവിളി ഉയർത്തുകയാണോ? അപ്പോൾ അവർക്കെതിരെ സൈന്യത്തെ അയക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ തീരുമാനിച്ചു. എന്നല്ല, സൈന്യത്തെ അയച്ചുവെന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ആയിടക്കാണ് മുസ്തലിഖ് ഗോത്രത്തലവൻ ഹാരിസ് ഇബ്നു ളിറാർ ഒരു പ്രതിനിധി സംഘവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത്. ഹാരിസ് എന്ന് പറയുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് കൂടിയാണ്. ഒരർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ ഭാഷയിലെ അമ്മോശനാണ്. അപ്പം അദ്ദേഹമാണിത് ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. അദ്ദേഹം വന്നുകൊണ്ട്, അള്ളാഹുവാണ്, ഞങ്ങൾ വലീദിനെ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ സക്കാത്ത് നിഷേധിക്കുന്നത്? ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, സക്കാത്ത് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സംഭവം വലിയൊരു വിഷയമാണ്. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു വാർത്ത ഇസ്ലാമിക സമൂഹത്തിൽ വന്നാൽ അതിൻ്റെ നിജസ്ഥിതികൾ സൂക്ഷ്മമായി അന്വേഷിക്കണമെന്ന് വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ തുടർന്ന് പറയുന്നത് അതാണ്, അൻ തുസീബു ഖൗമൻ ബി ജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ഏതെങ്കിലും ജനതയ്ക്ക് അറിയാതെ വിപത്തുണ്ടാക്കാനും പിന്നെ സ്വന്തം ചെയ്തിയിൽ ഖേദിക്കാനും ഇടയാകരുത്. അഥവാ അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയെ അവലംബിച്ചുകൊണ്ട് അങ്ങനെ ഒരു സൈനിക നീക്കം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയാൽ അത് പ്രവാചകനും ഇസ്ലാമിനും വലിയ നാണക്കേടാകും. വലിയ വിപത്തുകളിൽ അതുവഴി അവർ ചെന്നു ചാടുമായിരുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാമിക സമൂഹം പാലിക്കേണ്ട ഗൗരവപ്പെട്ട തത്വങ്ങൾ ഈ ആയത്തുകൾ വഴി അള്ളാഹു ഇസ്ലാമിക നേതൃത്വത്തെയും വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ്. ഹദീസിൻ്റെ നിദാന ശാസ്ത്രത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് സാക്ഷ്യങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഇത് ഒരു തത്വശാസ്ത്രമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാർ. നമ്മൾ ഇന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പോസ്റ്റ് ട്രൂത്ത് ഇറ അഥവാ സത്യാനന്തര കാലഘട്ടം. സത്യം മരിച്ചു കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സത്യത്തിന് വിലയില്ലാത്തൊരു കാലത്താണ്. അപ്രകാരം സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി ബോധപൂർവം തന്നെ കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത്തരം മീഡിയ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പല കുടുംബങ്ങളിൽ ചെറിയവർ വലിയവർ പല വിശ്വാസികൾ ഉള്ള സോഷ്യൽ മീഡിയകളാണ്.
എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ദൂരവ്യാപകമായ വിപത്ത് അതിലുണ്ടാകും. സാമൂഹിക രംഗത്ത് അതുണ്ടാകും, സമുദായ രംഗത്തുണ്ടാകും, രാഷ്ട്രരംഗത്ത് അതുണ്ടാകും. അപ്പോൾ ഇതിലൊക്കെ വിശ്വാസികൾ പുലർത്തേണ്ട അതിസൂക്ഷ്മമായ കാര്യങ്ങൾ ഈ ആയത്തുകൾ അടിവരയിടുന്നുണ്ട്. ഒരു ഇസ്ലാമിക സമൂഹത്തിന് മാത്രമല്ല, ആധുനിക സമൂഹത്തിന് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുള്ള കണ്ടൻറ്റുകൾ ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, അറിഞ്ഞുകൊള്ളുക, നിശ്ചയം നിങ്ങൾക്കിടയിൽ ദൈവദൂതനുണ്ട്. റസൂലുള്ള അവർക്കിടയിലുണ്ടെന്ന കാര്യം സഹാബത്തിനോ അള്ളാഹുവിനോ അറിയാത്തൊരു കാര്യമല്ല. പക്ഷേ എന്താണ് ഈ പറയുന്നത്? അതൊരു തിരുത്താണ്. അതായത് മേൽക്കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നടപടികൾക്ക് കാക്കാതെ സഹാബത്തിൽ ഒരു വിഭാഗം ബനുൽ മുസ്തലിക്കിനെ ആക്രമിക്കാൻ ധൃതി കാണിച്ചിരുന്നു എന്നാണ്. ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയ ഉടനെ തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് സ്വഹാബികളിൽ ഒരു വിഭാഗം പറയുകയുണ്ടായി. ആ ധൃതി പ്രവാചകനെപ്പോലും അതിന് പ്രേരിപ്പിച്ചു എന്നതാണ്. ഈ എടുത്തുചാട്ടം നല്ലതിനല്ല. നിങ്ങളുടെ താല്പര്യങ്ങൾ നന്നായി അറിയാവുന്ന ഒരു പ്രവാചകനെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. നിങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടെന്ന ശൈലി വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ കാര്യത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ജാഗരൂകനായി പ്രവാചകൻ നിലനിൽക്കുന്നു. നിങ്ങളുടെ താല്പര്യത്തിന് പ്രവാചകൻ വഴങ്ങണമെന്ന ചിന്ത ശരിയല്ല. ഒട്ടേറെ കാലിക പാഠങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അനുസരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മളുടെ എടുത്തുചാട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും. പല കാര്യങ്ങളിലും പ്രവാചകൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ക്ലേശത്തിൽ അകപ്പെട്ടു പോകും. ഇസ്ലാമിക നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ പ്രയാസം വരുന്ന അത് അനുയായികൾക്കാണ്. വലീദിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉടനെ സൈനിക നടപടി സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസികളുടെ ചില ചിന്തകളും നടപടികളും ചില എടുത്തുചാട്ടങ്ങളുമാണ് പ്രശ്നമുണ്ടാക്കിയത്. അത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മത കാണിക്കണം. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാനിനെ പ്രിയങ്കരമാക്കിയിരിക്കുന്നു. വിശ്വാസികൾ നിൽക്കേണ്ടത് ഈമാനിൻ്റെ സ്നേഹപക്ഷത്താണ്, കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ പക്ഷത്തല്ല. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ ഈമാൻ നിങ്ങൾ ഒരു അലങ്കാരമാക്കി, ഹൃദയങ്ങൾക്കൊരു അലങ്കാരമാക്കിയിരിക്കുന്നു. അഥവാ ആ ഈമാൻ നിങ്ങളെ ഹൃദയത്തിൽ കൂടിയുണ്ട്. വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട് അല്ലാഹു. ഇസ്ലാമിൻ്റെ ഒരു വലിയ സവിശേഷതയാണ് 3 കാര്യങ്ങൾ: അൽ കുഫർ എന്ന് പറയുന്ന സത്യനിഷേധം, വൽ ഫുസൂഖ് എന്ന് പറയുന്ന അധർമ്മം, വൽ ഇസ്യാൻ എന്ന് പറയുന്ന ധിക്കാരം. അപ്പോൾ ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി അലങ്കാരമാക്കിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. സത്യനിഷേധവും അധർമ്മവും ധിക്കാരവും നിങ്ങൾക്ക് അരോചകമാക്കി നിങ്ങളെ മനസ്സിനെ കൃത്യപ്പെടുത്തിയതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ഉലായിക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ വിശ്വാസികളെ ചാരിക്കൊണ്ട്, അബദ്ധത്തിൽപ്പെട്ടവരെ തിരുത്തിക്കൊണ്ട് അള്ളാഹു നിങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തിരുത്തണം. ഇതാണ് റുഷ്ദ്, വിവേകം, സന്മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളിൽ തന്നെയുള്ള 2 പക്ഷത്തെ മുൻനിർത്തിയിട്ടാണ് ഈ ആയത്തുകൾ വന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചവരാണ്. മറ്റൊന്ന്, അവർ ചെയ്യേണ്ടിയിരുന്നത് ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു അവധാനതയോടുകൂടി ബുദ്ധിപരമായി നീങ്ങുക എന്നതായിരുന്നു. ഈ പക്ഷത്തെയാണ് അള്ളാഹു ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്, ഉലായിക ഹുമുർ റാഷിദൂൻ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് എടുത്തുചാടി വേണ്ടാത്ത തീരുമാനങ്ങളിൽ പോകുന്ന മനസ്സുള്ളവരല്ല വേണ്ടത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തെറ്റിനെ അരോചകമാക്കിയ വലിയൊരു മനസ്സിൻ്റെ ഉടമകൾ, അത്തരം ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അവർക്കിത് നന്നായി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു, അവർക്ക് പ്രിയങ്കരമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യം ഈ പക്ഷത്തല്ല നിങ്ങൾ വേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറുപക്ഷത്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫളിലം മിനല്ലാഹി വ നിഅമതൻ വല്ലാഹു അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുകയില്ല. എല്ലാം അറിയുന്നവനാണ്, യുക്തിജ്ഞനാണ് അള്ളാഹു. അപ്പോൾ ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളായ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് കൂട്ടരിലാണ് നമ്മളുള്ളത്? സാധാരണ സംസ്കാരമില്ലാത്ത, ഈമാൻ ഹൃദയത്തിൽ കടന്നിട്ടില്ലാത്ത ആളുകളെപ്പോലെ വ്യഗ്രത കാണിക്കുകയും വെപ്രാളം കാണിക്കുകയും
കാര്യങ്ങൾ പെട്ടെന്ന് ഇസ്ലാമിക സമൂഹത്തിനാണെങ്കിലും അപ്പുറം ഇപ്പുറം നോക്കാതെ, പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ, ഇസ്ലാമിൻ്റെ വിശാലമായ താല്പര്യങ്ങൾ പരിഗണിക്കാതെ, സാമുദായികമായ ചിന്തയിൽ നിന്ന് എടുത്തു ചാടുന്ന പ്രകൃതം എല്ലാ വിഷയത്തിലും നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ല. ഈ ഫിസുക്കും അതുപോലെ ഫുസൂക്കും കുഫറും ഇസ്യാനും ധിക്കാരവും അധർമ്മവും സത്യനിഷേധവും വെറുക്കുന്ന കൂട്ടത്തിലും അല്ല. നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഏതു പക്ഷത്താണ് നിൽക്കുന്നത്, ഏതു പക്ഷത്തേക്കാണ് നമ്മൾ മാറേണ്ടത് എന്ന് സൂറത്തുൽ ഹുജറാത്തിലെ ഈ 7ാമത്തെ സൂക്തം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.